ഒരു കാരണവശാലും ഈ ഗൾഫിലോട്ട് പ്രവാസിയായി മാറില്ലാന്ന് തീരുമാനമെടുത്ത ഒരാളാണ്. കുറച്ച് കാലം ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു കമ്പനി കൂട്ടിയതിനു ശേഷം. 30 വയസ്സിനുള്ളിൽ ഒരു റിയൽ എസ്റ്റേറ്റിൽ സ്വന്തമായിട്ടൊരു കമ്പനി. അൽഹംദുലില്ലാഹ്. ഞാൻ ബേസിക്കലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് പലപ്പോഴും പഠിച്ച പണിയല്ല ചെയ്യാം. പിന്നെ ദുബായ് എത്തിയപ്പോഴാണ് ഞാൻ കണ്ട ലോകമല്ല യഥാർത്ഥ ലോകം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായത്. അതാണ് മലയാളികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ. നമ്മളെ വാല്യൂ ഉള്ള ലൊക്കേഷനിൽ ചെന്നാലേ നമ്മളെ വാല്യൂ എത്രത്തോളം ഉണ്ട് നമ്മൾ തിരിച്ചറിയുള്ളൂ. മലയാളികളും നല്ലൊരു പെർസെന്റേജ് ഇപ്പൊ വാങ്ങി കൂട്ടുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുപോലെ വെറും 99 വർഷത്തേക്ക് കിട്ടുള്ളൂ എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. പ്രവാസ ലോകത്ത് ഒരുപാട് വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് വിജയഗാഥ രചിച്ച ഒരുപാട് ആളുകളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ ചെറുപ്പക്കാരായ വളരെ യുവാക്കളായ ആളുകൾ ഈ അടുത്ത കാലത്ത് വന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് തങ്ങളുടെ മേഖലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കഥകൾ കൂടെ പ്രവാസത്തിന് പറയാനുണ്ട്. സ്വപ്നങ്ങളുമായിട്ട് വരുന്ന ആളുകളെ ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ഒരു നഗരമാണ് ദുബായ്. ആ ഒരു നഗരത്തിൽ മലപ്പുറം ജില്ലയിൽ നിന്നും വളരെ സാധാരണക്കാരനായിട്ട് വന്ന് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെറിയൊരു ജോലിയിൽ ആരംഭിച്ചു. പക്ഷേ കാലഘട്ടത്തിനനുസരിച്ചിട്ട് സാധ്യതകളെ കണ്ട് ആഫ്റ്റർ ദ കോവിഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങി ആ ഒരു മേഖലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു യങ് ഓൺട്രപ്രണറാണ് ഇന്ന് ഫറനക്കർ ഷോയിലൂടെ ഞാൻ പരിചയപ്പെടുന്നത്. ലെറ്റ്സ് വെൽക്കം മിസ്റ്റർ സൽമാൻ മുള്ളൻ, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് മുള്ളൻ റിയൽ എസ്റ്റേറ്റ്. വെൽക്കം സൽമാൻ. താങ്ക് യു. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളത് ഒരുപാട് 10, 20, 25 വർഷങ്ങളായിട്ട് ഗൾഫിൽ വന്നിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് വന്നിട്ടുള്ള ആളുകൾ. എല്ലാവർക്കും പ്രയാസങ്ങളുണ്ട്. പക്ഷെങ്കിൽ സൽമാനൊക്കെ വളരെ ചെറുപ്പമാണ്, വലിയ പ്രായമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു എത്ര വയസ്സുണ്ട്? എനിക്ക് 29 കഴിഞ്ഞ് 30 വയസ്സാകുമ്പോഴേക്ക് റിയൽ എസ്റ്റേറ്റ് പോലുള്ളൊരു മേഖലയിൽ, റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആഫ്റ്റർ ദ കോവിഡ് ആണ് കുറച്ചുകൂടി നിങ്ങൾ ഈ മേഖലയിലേക്ക് വന്നത്. ആൻഡ് വളരെ കോമ്പറ്റീഷൻ ഉള്ള കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ, നമ്മൾ പറയുന്ന കൈത്തറപ്പ് മത്സരമുള്ള ഈ ഒരു മേഖലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് കുറെ ക്ലയൻസിന് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി. അപ്പം അത് ഒരു വലിയൊരു നേട്ടമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സോ എങ്ങനെയായിരുന്നു നിങ്ങളൊരു ഓൺട്രപ്രണർഷിപ്പ് ജേർണി? എങ്ങനെയായിരുന്നു, എവിടെ നിന്നായിരുന്നു തുടക്കം? ചെറുപ്പം മുതൽ തന്നെ ശരിക്കും എനിക്കൊരു ബിസിനസ്മാൻ ആവണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ള ഒരാളാണ്. അതായത് ഒരാളുടെ കീഴിൽ പണിയെടുക്കുന്നതിന് പകരം നമ്മുടേതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി, നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് പർപ്പസ് ഉണ്ടാക്കിയെടുക്കുക, ഈ സമൂഹത്തിന് എന്തെങ്കിലും ചെയ്തു കൊടുക്കുക എന്നുള്ളൊരിത്. അങ്ങനെയാണ് ബിസിനസ്സിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഞാൻ ആക്ച്വലി ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠനം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സോഫ്റ്റ്വെയർ കമ്പനി സ്റ്റാർട്ട് ചെയ്തു നാട്ടിൽ. ഒരു കാരണവശാലും ഈ ഗൾഫിലോട്ട് പ്രവാസിയായി മാറില്ലാന്ന് തീരുമാനമെടുത്ത ഒരാളാണ്. തീരെ അങ്ങനെ എല്ലാവരും എനിക്ക് തോന്നുന്നു പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കൺസെപ്റ്റാണ്, ഓക്കെ നമുക്ക് ഗൾഫിൽ നിന്ന് പോലും നമുക്ക് നാട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം, ആ ഒരു എന്താണ് ഒരു ചോരത്തലവര് സ്വന്തം നാട്ടിൽ ചെയ്യണം, ഒരു സ്റ്റാർട്ടപ്പ് ഒക്കെ. അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അപ്രതീക്ഷിതമാണ് ആ കമ്പനി ക്ലോസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഒരു ഡിപ്രസ്ഡ് മൂഡിലായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു ആദ്യത്തെ കമ്പനി സത്യം ഫ്ലോപ്പ് ആവുന്നു. തീർച്ചയായിട്ടും കാരണം അത് പാർട്ണർഷിപ്പിലായിരുന്നു. നമ്മൾ ചെറിയ പാർട്ണർഷിപ്പിൽ ഉണ്ടായിരുന്ന കുറച്ച് കോൺഫ്ലിക്ട്സ് കാരണം അങ്ങനെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഡിപ്രഷൻ മോഡിലേക്ക് പോയി. തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. എനിക്കൊരു ഇന്റർവ്യൂ വന്നു, കാലിക്കറ്റ് ആയിരുന്നു. അവിടെ പോയി ഇന്റർവ്യൂ കിട്ടി, സെലക്റ്റഡ് ആയി നമ്മുടെ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പിലോട്ട് അവിടെ വന്ന് ജോയിൻ ചെയ്തു. പിന്നെ ദുബായ് എത്തിയപ്പോഴാണ് ഞാൻ കണ്ട ലോകമല്ല യഥാർത്ഥ ലോകം എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടായത്. നമ്മുടെ നാട്ടുമ്പുറം ആകുമ്പോൾ അവിടെയുള്ള ഒരു ചുറ്റുപാടാണ് നമ്മുടെ ലോകം. പക്ഷെ ദുബായ് പോലൊരു പൊട്ടൻഷ്യൽ ഗ്ലോബൽ ഹബ്ബിൽ വരുമ്പോഴാണ് എന്താണ് ജീവിതം, എന്താണ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ലൈസൻസ് എടുത്തു, ഇവിടെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇവിടെ എല്ലാം വിസ ആണല്ലോ 2 വർഷം. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 വർഷം വർക്ക് ചെയ്തു. അതിനുശേഷം ആ സമയത്തിന് ലൈസൻസ് എടുത്ത് എന്നിട്ട് സ്വന്തമായിട്ട് ഇറങ്ങിയിട്ട് പല ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും നോക്കി. പിന്നെയാണ് നമ്മൾ കാലത്തിനനുസരിച്ചിട്ട് മാറണമെന്ന് അറിയാലോ. ഈ ഒരു ടൈമാണ് റിയൽ എസ്റ്റേറ്റിന്റെ ബൂമിങ് തുടങ്ങുന്ന ടൈമാണ്. ആ ഒരു ടൈമിലാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റിലേക്ക് വരാനുള്ള കാരണം എന്തായിരുന്നു? പലരും ഇപ്പൊ എല്ലാവരുടെ ഒരു ട്രെൻഡാണ്. ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാരെ കൊണ്ടും കമ്പനിയും കൊണ്ടും ബഹളാണ്. സത്യമാണ്. എല്ലാവർക്കും എനിക്ക് ഇപ്പം പുറത്തുനിന്ന് നോക്കി കാണുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു പൈസ ഉണ്ടാക്കാൻ
Correct. ബുക്ക് പെട്ടെന്ന് പൈസ ഒരു ഉണ്ടാക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. എന്തായിരുന്നു റിയൽ എസ്റ്റേറ്റ് നിങ്ങൾ ഇറങ്ങാനുള്ള കാരണം? അതിന്റെ റിയാക്ട് എന്താണ്? അതിനു മുമ്പ് ഇപ്പൊ വരുന്ന എല്ലാവരും വരാനുള്ള ഒരു കാരണം ലക്ഷറി ലൈഫ് സ്റ്റൈലാണ്. തീർച്ചയായിട്ടും വലിയ കാറ്, വലിയ വാച്ചുകള്, ലക്ഷറി ഐറ്റംസ്, ലൈഫ് സ്റ്റൈൽ. ബട്ട് ഞാൻ ഇറക്കുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്. അപ്രതീക്ഷിതമായിട്ട്. ഒരു ABCD അറിയില്ല. ഞാൻ ശരിക്കും എൻ്റെ ഒരു കസിന് ഈ ഒരു ബെഡ് സ്പേസിന്റെ ബിസിനസ് ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അവിടെ പുള്ളിക്കാരൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ പോയിട്ട് അതിന്റെ റെന്റൽസ് വാങ്ങും, അത് കാര്യങ്ങൾ നോക്കിയൊക്കെ ചെയ്തിരുന്നു. മാനേജ് ചെയ്തിട്ടുണ്ട്. അതെ. അപ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് മനസ്സിലായത്. ഇതിന് ഡിമാൻഡ് ഉണ്ട്, ഓക്കെ, പരിപാടി നടക്കുന്നുണ്ട്, അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ അതിനെ കുറിച്ച് പഠിച്ചു. പിന്നെ സെക്കൻഡറി മാർക്കറ്റിലോട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു, ഇവിടെ ബിസിനസ് ബേല. പിന്നെ അതിന് ശേഷമാണ് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലോട്ട് ഈ ഡെവലപ്പേഴ്സ്, MR, ഷോപ്പൊക്കെ ചെയ്യുന്ന പോലെ ആ ഒരു ഫീൽഡിൽ എത്തിയത്. ഫസ്റ്റ് 1-2 വർഷം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നമ്മളൊരു ട്രാക്കിലായി, നമുക്ക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ബിസിനസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം കോവിഡിന്റെ സമയത്ത് ശേഷമാണ് നിങ്ങൾ കംപ്ലീറ്റ്ലി റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്യുന്നത്. 100%. ഇപ്പം അതിനുശേഷം ആ സമയത്ത് എനിക്ക് റിയൽ എസ്റ്റേറ്റ് കുറച്ചുകൂടി ഒരു നല്ലൊരു അനുകൂല തരംഗം വന്നു. ആ സമയത്ത് വാങ്ങി വെച്ച പ്രോപ്പർട്ടി വാങ്ങിയ ആളുകൾ ഒരുപാട് മില്യൺസിന്റെ പൈസ ഉണ്ടാക്കിയ ഒരുപാട് വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട്. എന്തായിരുന്നു ആ കോവിഡ് സമയത്ത് റിയൽ എസ്റ്റേറ്റ് സംഭവിച്ചത്? ആ ഒരു ടൈമിൽ ശരിക്കും എല്ലാവരും പേടിച്ചിരിക്കുന്ന സമയമാണല്ലോ. പാനിക് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരുപാട് പേര് ഇവിടുന്ന് നാട്ടിലോട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഐഡിയ ഉള്ളവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ടൈമിൽ റിയൽ എസ്റ്റേറ്റിന്റെ പ്രൈസ് വളരെ കുറവായിരുന്നു. ഏതൊരു പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിലും ഇന്നത്തെ 1/3 പ്രൈസ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ കുറവായിരുന്നു. ആ ടൈമിൽ നമ്മളൊക്കെ ചില ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ഭയങ്കര ടെക്നിക്കായിട്ട് കളിച്ചിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് കളിച്ചിട്ട് ഒരുപാട് പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. ആ സമയത്ത് ഓപ്പർച്യൂണിറ്റിയെ ലിവറേജ് ചെയ്തിട്ട് ഒരുപാട് പ്രോപ്പർട്ടി അക്വയർ ചെയ്തു. അവര് വിത്തിൻ 2 to 3 ഇയേഴ്സിന്റെ ഉള്ളിൽ നല്ലപോലെ ക്യാഷ് ഉണ്ടാക്കി. മോർ ദാൻ 200%, 300% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കിയവരുണ്ട് ജസ്റ്റ് ഫ്ലിപ്പിംഗ്. അതുപോലെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഞാൻ പറയുന്ന ഇന്റർനാഷണൽ കസ്റ്റമേഴ്സിനല്ല, നമ്മൾ മലയാളീസിനെ പറ്റി. മലയാളി കസ്റ്റമേഴ്സ് ഇപ്പം പണ്ടത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പൈസ അയക്കുക. പ്രത്യേകിച്ച് ഗൾഫുകാരെന്ന് പറഞ്ഞാൽ എന്താ, ഗൾഫുകാരുടെ ഒരു നാട്ടിലൊരു സ്റ്റാറ്റസ് സിമ്പൽ എന്താണ്, ഒരു വലിയൊരു വീട്, വലിയൊരു വാഹനം, നാട്ടിൽ എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും പ്രവാസത്തിലേക്ക് കയറുന്നത്. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും 2 വർഷം കൊണ്ട് സെറ്റിൽ ചെയ്യാം, പിന്നെ അത് വീണ്ടും ചിലപ്പോൾ 5 വർഷം അല്ലെങ്കിൽ 10 വർഷമാവും. പക്ഷെ അതൊന്നും ഒരു ഡ്രമസ്റ്റിക് ചേഞ്ച് എസ്പെഷ്യലി ഇപ്പൊ UAE-ലാകുമ്പോൾ അത് കാണാൻ സാധിക്കുന്നു. അത് ശരിക്ക് നമ്മൾ പ്രവാസികൾ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു കൺസെപ്റ്റ്, ഓക്കെ, ഗൾഫിൽ വരുന്നു, വലിയൊരു വീട് വെക്കുന്നു, കല്യാണം കഴിക്കുന്നു, സെറ്റിൽ ആവുന്നു. നമ്മൾ 1 CR 2 CR വലിയൊരു വീട് വെക്കും, കുറച്ച് സ്ഥലം വാങ്ങി. എൻ്റെ കസ്റ്റമേഴ്സ് ഒരു 90% കസ്റ്റമേഴ്സും പറയുന്ന സ്റ്റോറിയാണ് ഈ സെയിം സ്റ്റോറി. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, കസിൻസ് പറഞ്ഞു, അവിടെ നല്ല സ്ഥലമാണ്, അവിടെ വാങ്ങിയിടാം. ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയിട്ട് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കിടക്കുകയാണ്. സെയിം എമൗണ്ട് ഇവിടെ ഇട്ടിരുന്നെങ്കിൽ അവർക്ക് ഇരട്ടിയുടെ ഇരട്ടി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ധൈര്യമാണ്, അല്ലെങ്കിൽ ആ ഒരു ധൈര്യം ഈ UAE പോലുള്ള സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടോ കസ്റ്റമേഴ്സ്? ഇൻവെസ്റ്റ് ചെയ്യുന്ന എന്തിനാ, നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാൻ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വീണ്ടും പൈസ ഉണ്ടാക്കാനാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ പരമാവധി സ്ക്യൂസ് ചെയ്യാൻ നോക്കണം. ഏത് ലൊക്കേഷനിലാണ്, ഏതൊരു ഇൻഡസ്ട്രിയിലാണ് നമുക്ക് പരമാവധി റിട്ടേൺസ് കിട്ടുന്നത് അവിടെ ചെയ്യാം, സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ളത്. നാട്ടിലിപ്പോൾ നിങ്ങൾ ഒരു 1 മില്യൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, 1 CR ഉണ്ടെങ്കിൽ, നിങ്ങളത് ബാങ്കിലിട്ട് വെച്ചു, അല്ലെങ്കിൽ നമ്മുടെ ഷെൽഫിൽ വീട്ടിൽ തന്നെ വെച്ചിട്ട് ഒരു കാര്യമല്ല. ആ 1 മില്യൺ നിങ്ങളൊരു കോട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളെ വാല്യൂ ഉള്ള ലൊക്കേഷനിൽ ചെന്നാലേ നമ്മളെ വാല്യൂ എത്രത്തോളം ഉണ്ട് നമ്മൾ തിരിച്ചറിയുള്ളൂ. ഈ സെയിം 1 മില്യൺ നമ്മളെ നാട്ടിലിട്ടാൽ അതിന് നമുക്ക് കിട്ടുന്ന റിട്ടേൺസ് ഉണ്ട്. ഇവിടുത്തെ റിട്ടേൺ എങ്ങനെയാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്? എത്ര പെർസെന്റേജ് ആണ് നാട്ടിലത്തെ റിട്ടേൺ? നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാട്ടിലെ 2 times ബെറ്റർ റിട്ടേൺസ് ആണ് UAE കിട്ടുക. നാട്ടിൽ കിട്ടുന്ന റിട്ടേൺസ് തന്നെ ഒരുപാട് നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ട്. നമ്മുടെ ടാക്സ്, അതെ, ഇൻകം ടാക്സ് ഉണ്ട്, പിന്നെ അല്ലാതെ തന്നെ ഒരുപാട് ടാക്സ്, പ്രോപ്പർട്ടി ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, പിന്നെ റെന്റൽ ടാക്സ്, അങ്ങോട്ട് ഒരുപാട് ടാക്സുകളുണ്ട്. എല്ലാം നെറ്റ് കൂട്ടി വെക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ടു ബി ഫ്രാങ്ക്, പേരിന് പറയാം എനിക്ക് ഇത്ര വലിയ പ്രോപ്പർട്ടി ഉണ്ട്, ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, ബട്ട് അറ്റ് ദ എൻഡ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതേസമയം UAE-ലാണെങ്കിൽ ഒന്നും നമുക്ക് നഷ്ടപ്പെടാല്ല. കംപ്ലീറ്റ് സാധനം ഇവിടെ തന്നെ നമുക്ക് റിട്ടേൺ. നമ്മുടെ സ്വന്തം പേരിലേക്ക് എത്ര വർഷത്തേക്കാണ്, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു, അതാണ് മലയാളികൾക്കുള്ള ഒരു തെറ്റിദ്ധാരണ. ഗൾഫിലൊക്കെ അല്ലെങ്കിൽ ദുബായിലൊക്കെ വെറും 99 വർഷത്തേക്ക് കിട്ടുള്ളൂ എന്നാണ് പലരുടെയും തെറ്റിദ്ധാരണ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ നമ്മളൊരു സ്ഥലം വാങ്ങി വീട് വെക്കുന്നത്, സെയിം കൺസെപ്റ്റ് ഇവിടെ നമുക്ക് സ്ഥലങ്ങൾ വാങ്ങാം. ഒരുപാട് മലയാളീസ് ഇപ്പൊ വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം എല്ലാവരും വലിയൊരു ചേഞ്ച്. ഇപ്പം അജ്മാനിലാണെങ്കിലും ഷാർജയിലാണെങ്കിലും ഒരുപാട് പുതിയ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. ശരിക്കും പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ ദുബായിൽ 3 തരത്തിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. ഒന്ന് പറയുന്നത് ഫ്രീ ഹോൾഡ്, 2 പറയുന്നത് ലീസ് ഹോൾഡ് എന്ന് പറയും. ഈ ലീസ് ഹോൾഡ് ആണ് 99 ഇയേഴ്സിന്റെ,
ഫ്രീ ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ വാങ്ങുന്ന പോലെ ലൈഫ് ലോങ് നമ്മുടെയാണ്. 100% 100% നമ്മുടെ ഓണർഷിപ്പ് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യാൻ പറ്റുന്നത്. പാസ് ചെയ്യാൻ പറ്റും. പിന്നെ നോൺ ലീസ് ഹോൾഡ് എന്ന് പറയും, അതാണ് ഇവിടുത്തെ GCC നാഷണാലിറ്റീസിന് മാത്രം പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളെ പോലുള്ളവർ ഫോക്കസ് ചെയ്യുന്നത് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ വാങ്ങിയ നമ്മുടെ സ്വന്തം പ്രോപ്പർട്ടി ലൈഫ് ലോങ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ നിങ്ങൾ ആഫ്റ്റർ ദ കോവിഡ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് ട്രെൻഡ് വന്നതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മലയാളികളും നല്ലൊരു പെർസെന്റേജ് ഇപ്പൊ വാങ്ങി കൂട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും മുൻപ് ഒരു 2-3 വർഷം മുൻപ് മലയാളീസ് വളരെ കുറവായിരുന്നു റിയൽ എസ്റ്റേറ്റിൽ ബൈ ചെയ്യുന്നവർ. ബിസിനസ്മാൻമാർ ഒരുപാടുണ്ട്, പൈസ ഉള്ളവർ ഒരുപാടുണ്ട്, പക്ഷെ ആരും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ബട്ട് ആഫ്റ്റർ ദ കോവിഡ് ട്രെൻഡ് മാറി, ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ വന്നു. ഇതുപോലെ സോഷ്യൽ മീഡിയസിലൊക്കെ ഒരുപാട് വൈറൽ റീലുകളും കാര്യങ്ങളും അത് ശരിക്കും ഒരു പോസിറ്റീവ് ആണ്. ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വന്നതുകൊണ്ട് മനസ്സിലായി. അപ്പൊ അവരും പതിയെ പതിയെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മലയാളീസ്, എന്റെ കസ്റ്റമേഴ്സ് എടുക്കുകയാണെങ്കിൽ അബോ 80% മലയാളി കസ്റ്റമേഴ്സ് ആണ്. നമ്മൾ പറയാറ് മലയാളികൾ തീരെ സ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ആ മലയാളികൾ 80% കസ്റ്റമർ എന്ന് പറയുമ്പോൾ അവർ വലിയൊരു മാറ്റാണല്ലോ. യെസ്. നമ്മൾ മലയാളീസിൽ കണ്ടുവരുന്ന ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവര് അവരുടെ അടുത്ത് ഫണ്ട് ഉണ്ടെങ്കിലും അത് ഷോ ഓഫ് ചെയ്യില്ല. വളരെ കുറച്ച് പേര് ഷോ ഓഫ് ചെയ്യുന്നവരുണ്ടായിരിക്കാം. എന്തിനാണ് മലയാളികൾ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയാണ് എനിക്ക് നമ്പർ 1 യുഎയില്. അതിൽ തന്നെ മലയാളി കമ്മ്യൂണിറ്റിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഹോൾഡ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് 3 വർഷത്തിന്റെ ഇടയ്ക്ക് നല്ലൊരു ഹോൾഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അറിയുന്നത് എല്ലാ പ്രോപ്പർട്ടീസിലും ചെയ്യുന്നില്ല, മെജോറിറ്റി ഓഫ് കസ്റ്റമേഴ്സും ചെയ്യുന്നത് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. അവരവരുടെ ഹാർഡ് ഏൺ മണി എടുക്കുന്നു, അതിൽ നിന്ന് ബെറ്റർ റിട്ടേൺസ് എടുക്കുന്നു. സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള, പേടിക്കാനൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേര് പ്രോപ്പർട്ടീസിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 10 വർഷം ഒക്കെ ആയിട്ട് പ്രോപ്പർട്ടി കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഫണ്ട് കൊടുത്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്, നമ്മുടെ നാട്ടിലെ ലോൺ റൂൾസ് കാരണം ഒരുപാട് ഇഷ്യൂസ് വന്നിട്ട് പ്രൊജക്ട് സ്റ്റക്കായി പോകുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ ദുബായിലാണെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളും ഇല്ല, പേടിക്കാനില്ല. ഇപ്പം ഇവൻ ഡെവലപ്പർ എടുത്ത് ഡിലേ ഉണ്ടെങ്കിൽ തന്നെ കസ്റ്റമേഴ്സിന് അനുകൂലമായിട്ടുള്ള റൂൾസ് ആണ് ഇവിടെ. അതെ. അത് ഭയങ്കര ഒരു സേഫ്. ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ റൂൾ എന്ന് പറഞ്ഞാല് നമ്മൾ എത്രത്തോളം റിട്ടേൺസ് കിട്ടുന്നല്ല, നമ്മൾ ഉണ്ടാക്കിയ ക്യാപിറ്റൽ ഉണ്ടല്ലോ, നമ്മൾ ഇടുന്ന പൈസ ഉണ്ടല്ലോ, അത് സേഫ് ആണോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാനൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഞാൻ ഫസ്റ്റ് ചിന്തിക്കാറുള്ളത്, ഞാൻ ഈ ഇടുന്ന 1 മില്യൺ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഈ ക്യാപിറ്റൽ എത്ര വർഷം കൊണ്ട് എനിക്ക് എത്ര പെട്ടെന്ന് തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ റിട്ടേൺസിനെ കുറിച്ചിട്ട് ആലോചിക്കാറുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കിയ പൈസ നഷ്ടപ്പെടുത്തിയാൽ ഇനി വരുന്ന ടൈം ആ നഷ്ടപ്പെടുത്തിയ പൈസ നമ്മൾ വീണ്ടും ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അതേസമയം അത് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, പ്രിസർവ്ഡ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പൈസ ഉണ്ടാക്കിയാൽ മതി. ആ ഒരു വ്യത്യാസമുണ്ട്. ഓക്കെ, നമുക്ക് ആ റിയൽ എസ്റ്റേറ്റിലേക്ക് വരാം. അതിന് മുന്നേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പം നിങ്ങളുടെ സ്റ്റോറിയിലേക്ക് തന്നെ വരികയാണ്. ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് നിങ്ങൾ വരുന്നത്. അവിടുന്ന് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പലർക്കും എനിക്ക് തോന്നുന്നത് ഒരു കുറച്ചൊരു വലിയൊരു ജമ്പാണ്, ഒരു പ്രൊഫൈലിന് ഒരു ഹൈപ്പാണ്, അല്ലെങ്കിൽ വലിയൊരു മാറ്റമുണ്ട്. അത് എങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ അതിന്റെ പിന്നിൽ? പഠിച്ചോനെ, അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വരുന്നത്. എന്റെ ഒരു കസിന് ഈ ബെഡ് സ്പേസിന്റെ നിങ്ങൾ നേരത്തെ പറഞ്ഞു. അതെ. പക്ഷെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് ലൈഫ് ലോങ് ആ ഒരു പ്രൊഫൈലിൽ മാത്രം വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും സൂപ്പർ മാർക്കറ്റിലും കഫ്തീരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ ആ ഒരു മേഖലയിൽ തന്നെ ചിലപ്പം ഒരു പ്രോഗ്രസീവ് ആയിട്ട് വരിക എന്നല്ലാതെ മറ്റൊരു മേഖലയിലേക്ക് ജമ്പ് ചെയ്യാൻ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിലേക്ക് ജമ്പ് ചെയ്യാൻ അങ്ങനെ കാണാറില്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് പേരെ ഇന്റർവ്യൂ ചെയ്യുന്നതാണല്ലോ. നിങ്ങൾക്കറിയാം, ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു 10, 20, 30, 40, 50 വർഷമായിട്ട് ആ സെയിം ഇൻഡസ്ട്രിയിൽ അതിനുശേഷമാണ് അവർ ഇതാവുന്നത്. അവരൊക്കെ ഇതേപോലെ കാലത്തിനനുസരിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ട് അവർ ഇൻഡസ്ട്രി വിട്ടിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിയുടെ പിറകെ പോകുമായിരുന്നെങ്കിൽ ഷോർട്ട് ടൈമിൽ നമുക്ക് സക്സസ് ആവാൻ പറ്റുമായിരുന്നു. ഇതുപോലെ 20, 30 വർഷം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതൊക്കെ പറയുകയാണെങ്കിലും ആളുകൾക്ക് ഇപ്പം റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ പറയാറുണ്ട് ഇതൊക്കെ ഒരു കുമിള പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അല്ല, കുമിള എന്ന് പറയുന്നതല്ല, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അതിനെ കുറിച്ച് അതെ റിസ്ക് എടുക്കാൻ, ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണോ നമ്മൾ സക്സസ് ആവും. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഫീൽഡ് ആണെങ്കിൽ ഇപ്പം ഞാൻ പറയാണ്, ഒരുപാട് ഏജൻസ് ഉണ്ട്, അതിൽ ഒരു 50% ഒക്കെ ആയിരിക്കും സക്സസ് റേറ്റ് ഉണ്ടായിരിക്കുക. ബട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനും നമ്മൾ നെവർ ഗിവ് അപ്പ് ആയിട്ട് ഫോക്കസ് ചെയ്യാനും റെഡി ആണെങ്കിൽ ഇപ്പം ഈ പറയുന്ന ലൈഫ് സ്റ്റൈലും അല്ലെങ്കിൽ ഈ പളവളപ്പൊക്കെ കണ്ടിട്ട് റിയൽ എസ്റ്റേറ്റിലേക്ക് വന്നിട്ട് കുറച്ചു കാലം സജീവമായിട്ട് പിന്നെ തീരെ മാർക്കറ്റിൽ വാനിഷ് ആയി പോയിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ ഒരുപാടുണ്ട്. ശരിക്കും ലക്ഷറി ലൈഫ് സ്റ്റൈൽ അല്ല ഇതിൽ. ആസ് എ ബിസിനസ്, ഇപ്പോൾ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയാണ് നോക്കുക. ആ വ്യക്തി ജെന്യൂൻ ആണോ, ട്രസ്റ്റബിൾ ആണോ, പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതാണോ, അത് മാത്രമേ ഉള്ളൂ.
കാരണം ഈ ഇത്രയും എനിക്കൊന്ന് ഭയങ്കര ഒരു വേറൊരു ഇൻഡസ്ട്രിയിലും കാണാത്ത അത്രയും കോമ്പറ്റീഷൻ റിയൽ ഈ എസ്റ്റേറ്റിൽ റിയൽ എസ്റ്റേറ്റിൽ ഉണ്ടല്ലോ. അതൊരു യാഥാർത്ഥ്യമല്ലേ? യാഥാർത്ഥ്യമാണ്. അവിടുന്ന് നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഇപ്പം ഇപ്പം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്. യെസ്. അതിൻ്റെ ഇടയിലും ചെറിയ ചെറിയ കമ്പനികൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് അത് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ്? എന്ത് നമ്മുടെ സ്ട്രാറ്റജിയാണ്? ട്രസ്റ്റ് ട്രസ്റ്റ് തന്നെയാണ്. ട്രസ്റ്റ് ആണ് ബിസിനസിന്റെ അടിസ്ഥാനം. തീർച്ചയായും. വൺസ് കസ്റ്റമർ നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ ഒരു റാപ്പോ, ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യും, ഒരു റിലേഷൻ ബിൽഡ് ചെയ്യും. പിന്നെ അതും എൻ്റെ ബിസിനസിന്റെ ഒരു 70-80% റഫറൽ ബിസിനസ് ആണ്. റെഫറൽ ആണ്. അവരുടെ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരുടെ നമുക്ക് റെഫർ ചെയ്ത് കൊടുക്കും. അതുമെന്നാണ് ഒരു ലൈഫ് ലോങ് ബിസിനസ് നമുക്ക് കിട്ടുന്നത്. ഇപ്പം റിട്ടൻഷൻ അല്ലെങ്കിൽ റെഫറൽ എന്നൊക്കെ പറയുമ്പോൾ Yes. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി റിയൽ എസ്റ്റേറ്റ്. തീർച്ചയായിട്ടും. ഈ റെഫറൽ ഇപ്പം ഇത് കാണുന്ന ആളുകൾക്ക് ഒരു ടിപ്പ് കൊടുക്കുകയാണെങ്കിൽ, ഈ റെഫറൽ ബിസിനസ്സിൽ നമുക്കുള്ള നിലവിലുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഇപ്പം പറയാൻ ഒരു നല്ല കസ്റ്റമർ ബ്രിങ് 4 കസ്റ്റമേഴ്സ് ആണ് മാർക്കറ്റിംഗ് Yes. ഒരു പോളിസി പറയാം. Yeah. അതങ്ങനെ കൊണ്ടുവരാൻ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ആരെയും വില കുറച്ച് കാണരുത്. ഇപ്പോൾ പലരും ചെയ്യുന്നതാണ്. ഇപ്പോൾ ചെറിയൊരു സ്റ്റുഡിയോക്ക് വരുന്ന ആളാണെങ്കിൽ 400-500,000 ബഡ്ജറ്റിൽ വരുന്ന ഒരാളാണെങ്കിൽ അധികം മെയിൻ ആക്കില്ല. ഓക്കെ, വലിയ കസ്റ്റമർ ആണെങ്കിൽ അതുപോലെ ട്രീറ്റ് ചെയ്യും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാറുള്ളത്, അപ്പോൾ അവർ ചെറിയൊരു സാധനം വാങ്ങാൻ വന്നാണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാര്യങ്ങൾ ചോദിച്ചറിയാൻ വന്നതാണെങ്കിലും പഠിക്കാൻ വന്നാണെങ്കിലും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 100% ജെന്യൂൻ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവരെൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യണമെന്നുള്ള ആരുടെ കൂടെയും ചെയ്തോട്ടെ, പക്ഷെ നമ്മൾ ജെന്യൂൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ എന്താവും, ഒരു റിലേഷൻ ബിൽഡ് ആവും. പിന്നെ എനിക്കൊരു കസ്റ്റമർ ഉണ്ട്, പുള്ളിക്കാരൻ അത്യാവശ്യം ഏജ്ഡ്, ഒരു 60 അബവ് ഉള്ളതാണ്, ഇവിടെ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ അടുത്ത് നിന്ന് എടുത്തൊരു സ്റ്റുഡിയോ ആണ്, 300,000 2-3 വർഷം മുമ്പ്, ചെറിയൊരു പ്രോപ്പർട്ടി. പുള്ളിക്കാരൻ തന്നൊരു റെഫറൻസ് ഉണ്ട് എൻ്റെ 7 മില്യൻ്റെ പ്രോപ്പർട്ടി എൻ്റെ അടുത്ത് നിന്ന് വാങ്ങി. 7 മില്യൻ്റെ ഞാൻ ആ 300,000 സെൽ ചെയ്തിട്ട് എനിക്ക് ചെറിയൊരു കമ്മീഷൻ കിട്ടി. പക്ഷെ 7 മില്യൺ ചെയ്തപ്പോഴുള്ള കമ്മീഷന്റെ അളവ് എൻറ്റയർലി ഡിഫറൻസ്. ഇതാണ് ഒരു കസ്റ്റമേഴ്സിന്റെ, നമ്മൾ ഏത് അതെ. ബിസിനസ് ആണെങ്കിൽ ഇപ്പൊ റിയൽ എസ്റ്റേറ്റ് മാത്രമല്ല, Correct. ആ ഒരു കസ്റ്റമേഴ്സിനുള്ള റാപ്പോ എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുക. Yes. അതേപോലെ തന്നെ ആ റാപ്പോ എല്ലാവരായിട്ടും Keep ചെയ്തു കീപ്പ് ചെയ്ത് പോകും. പലർക്കും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് ആണ് എനിക്ക് തോന്നുന്നത്. വലിയ കസ്റ്റമേഴ്സിനെ വലിയ നല്ലപോലെ ട്രീറ്റ് yes. ചെയ്യുന്നു, ചെറിയ കസ്റ്റമേഴ്സ്. പക്ഷെ ഈ ചെറിയ ആളായിരിക്കുന്ന ആളെ വലിയ സത്യം, റെഫറൻസ് ആരെയും വില കുറച്ച് ഞാൻ കാണരുത്. ഇതേപോലെ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇപ്പം പല റിയൽ എസ്റ്റേറ്റ് തന്നെ പല കഥ. ഇപ്പോൾ ഡ്രൈവർ, അവരുടെ Yes. മുതലാളിന്റെ കൂടെ വന്ന ഡ്രൈവർ നല്ല റാപ്പുണ്ട്, ആ ഡ്രൈവർ മില്യൺസിന്റെ ആളുകളെ റെഫർ ചെയ്ത കഥകളൊക്കെ Correct. കേൾക്കാറുണ്ട്. അപ്പം ഈ ഒരു ബന്ധം തന്നെയാണ് ഇതിന്റെ ഒരു Yes. ആത്യന്തികമായിട്ടുള്ളത്. സോ സൽമാന്റെ പേഴ്സണലി പറയുകയാണെങ്കിൽ, സൽമാൻ ഇപ്പം 3 വർഷമാണ് റിയൽ എസ്റ്റേറ്റിൽ, 5ാമത്തെ വർഷം. 5ാമത്തെ വർഷമാണ് Yes. റിയൽ എസ്റ്റേറ്റിലുള്ളത്. കൊറോണ ടൈമിൽ 2020 ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ സൽമാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം സൽമാന്റെ റിയൽ എസ്റ്റേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് സ്ട്രൈക്ക് ആയ ഒരു കാര്യം, സൽമാൻ പറഞ്ഞു ഏതൊരു ബിസിനസ്സിനും ഒരു പർപ്പസ് ഉണ്ടാവും. ആ തീർച്ചയായും. ഒരു പർപ്പസിൽ ഒബിയസ്ലി നമ്മളൊക്കെ ഇപ്പം പേഴ്സണൽ ബ്രാൻഡിങ്ങിലൊക്കെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഒരു പർപ്പസ്, അതിനൊരു ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത്. ആ ഒരു പർപ്പസിനൊരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ നമ്മുടെ ജേണി കുറച്ചുകൂടിയും എളുപ്പമാവും. തീർച്ചയായിട്ടും. സൽമാന്റെ എന്താണ് സൽമാന്റെ പർപ്പസ് എന്നുള്ളത് അറിയാൻ കുറച്ചൊരു എക്സൈറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ എന്റെ ലൈഫ് സ്റ്റോറി പറയേണ്ടി വരും. തീർച്ചയായിട്ടും ആ ലൈഫ് സ്റ്റോറി പറയാനാണല്ലോ നമ്മൾ ഞാൻ നേരിട്ട് പറഞ്ഞത്. ഞാൻ അധികം പബ്ലിക്കായിട്ട് ഷെയർ ചെയ്യാത്തൊരു സ്റ്റോറിയാണ് എൻ്റെ. Yes. ശരിക്ക് എനിക്ക് 3 വയസ്സാകുമ്പോൾ എൻ്റെ ഫാദർ മരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു അനിയത്തി, ഉമ്മ, പിന്നെ ഞങ്ങൾ കൂട്ടുകുടുംബം, ഉപ്പയുടെ അനിയനൊക്കെയാണ് ഞങ്ങളെ നോക്കി വളർത്തിയുള്ളത്. വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ്. 3ാമത്തെ വയസ്സിലാണ് ഫാദർ മരിച്ചത്. 3ാമത്തെ വയസ്സിലാണ്. പിന്നെ ഫാദറിനെ കണ്ട ഓർമ്മകള് ഇല്ല, വളരെ വളരെ 1-2 കുറവാണ്. ചെറിയ കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. എങ്ങനെയാണ് വേറെ മരിച്ചത്? ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിട്ട് അതെ, മരിച്ചത്. അതെ. പിന്നെ എൻ്റെ ഉപ്പയുടെ അനിയനാണ് ഞങ്ങളെ നോക്കി വളർത്തുന്നത്. ഓക്കെ. ഒരു കുറവില്ലാതെ വളർത്തിയിട്ടുണ്ട്. ബട്ട് ആസ് എ ഫാദർ ഇല്ലാത്ത ആ ഒരു ഫാദറിന്റെ സ്നേഹം കിട്ടാത്തത് വലിയൊരു സംഭവം തന്നെയല്ലേ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അങ്ങനെ വളർന്നിട്ട് എനിക്കൊരു ചെറുപ്പത്തില് നമ്മുടെ KNMന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഈ ഓർഫൻ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്ന മന്ത്ലി ചെറിയൊരു എമൗണ്ട് Yes, yes. കിട്ടുന്നത്. അതിന് എനിക്ക് കിട്ടിയ ഒരാളായിരുന്നു. ഓക്കെ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു വളർന്നൊരു തിരിച്ചറിവെത്തിയ പ്രായം എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, എന്നെപ്പോലെയല്ല, എന്നിലേറെ കഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികളുണ്ട്. ചുറ്റുമുണ്ട്. Yes. ജീവിതത്തിൽ തോന്നിയാണ്, എൻ്റെ ജീവിതത്തിൽ ഒരു 1 മില്യൺ ഓർഫൻ കുട്ടികളെ അവര് പ്രായപൂർത്തിയാവുന്നവരെ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 18 വയസ്സാവുന്നത് വരെ അവർക്കുള്ള എഡ്യൂക്കേഷൻ, അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള താമസത്തിനുള്ള ഫൈനാൻഷ്യൽ ചെലവുകൾ മന്ത്ലി ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കുക എന്നുള്ളത്. ഒരു 1 മില്യൺ കുട്ടികളെ എൻ്റെ ലൈഫ് ജേണി, 1 മില്യൺ. ജീവിതം അവസാനിക്കുന്നവരെ. ഓക്കെ. ഇനി അഥവാ അതിനു മുമ്പ് നമ്മൾ മരിക്കുക എന്താണെന്ന് അറിയില്ലല്ലോ. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബം അത് ഏറ്റെടുത്ത് കൊണ്ടുപോകണം എന്നുള്ളൊരു ആഗ്രഹമാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെല്ലാവരും അതിന് പുറമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു ആഗ്രഹത്തിലാണ് ബിസിനസ് ചെയ്യുന്നത്. യെസ്. അപ്പം ഇപ്പം അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങി, എന്താണ് കാര്യങ്ങളൊക്കെ? അൽഹംദുലില്ലാഹ് ഇപ്പം അത്യാവശ്യം
ഒരുപാട് കുട്ടികൾ അതിന് ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. നം- അപ്പം ആ ഒരു ഇതേപോലത്തെ ഒരു പർപ്പസ് ആണ് നിങ്ങളെ ഡെയിലി ഈ അതെ, ഒരു ജേണിയിലേക്ക് യെസ്, ഉറപ്പിച്ചു നിർത്തുന്നത്. തീർച്ചയായിട്ടും. ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഇത്രയും ഒരു വലിയൊരു ഹ്യൂജ് ഫണ്ടാണ് ഇതിന് വേണ്ടത്. ബട്ട് Okay. അതെനിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനെ അല്ല, ബിസിനസ് ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഇപ്പം നമ്മൾ പലരുടെയും ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോറി വായിക്കുമ്പോൾ ഒക്കെ കേൾക്കാറുണ്ട്. പലർക്കും ഇതിങ്ങനെ പബ്ലിക്കലി പറയാൻ ഇതേപോലെ തന്നെ താല്പര്യമില്ല. താല്പര്യം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊക്കെ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ. പേഴ്സണൽ കാര്യങ്ങൾ. പക്ഷെ ഇത്തരം ഒരു പർപ്പസ് ഉള്ളത് കൊണ്ട് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടുന്ന ആളുകൾ സൊസൈറ്റിയിൽ ഈ ഒരു സാമൂഹിക സന്തുലിതാവസ്ഥ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഇത്തരം നല്ല മനസ്സുള്ള ഒരുപാട് ഓൺടർപ്രണേഴ്സ് അവരുടെ കാര്യത്തിൽ സക്സസ് ആവാൻ വേണം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ഈ ഓൺടർപ്രണേഴ്സ് വേണം ഒരു സമൂഹത്തിന് ഞാനൊരു വേണ്ടി. കാര്യം പറയട്ടെ. Yes. ഒരു ദിവസം എനിക്ക് ചില ടൈമിൽ മടി എല്ലാവർക്കും വരാലോ. മടി തീർച്ചയായും. പിടിച്ചിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത്, പടച്ചോനെ, ഞാൻ ഇന്ന് മടിയായിട്ട് എനിക്ക് ഇന്ന് എന്തെങ്കിലും ചെയ്യാൻ കിട്ടുമായിരുന്ന ഒരു ബിസിനസ് കിട്ടിയില്ലെങ്കിൽ അവിടെ ഇത്രത്തോളം കുട്ടികൾക്ക് നഷ്ടപ്പെടണം. Yes, yes. ഇപ്പൊ എന്താവും, എനിക്ക് ഇൻട്രസ്റ്റഡ് ആവും, വർക്ക് ചെയ്യാൻ Yes, yes. ഇൻട്രസ്റ്റഡ് ആവും. അവസാനം പുള്ളി ചെയ്യും, പുള്ളി ചെയ്യും. പുഷ് ചെയ്യും. യെസ്, നമ്മൾ എത്രത്തോളം അത്യാവശ്യം നമ്മുടെ കയ്യിൽ ക്യാഷ് വന്നാൽ, ഫണ്ട് വന്നാൽ നമുക്കൊരു ലേസിനെസ് ഫീൽ ചെയ്യും. എല്ലാവർക്കും പറ്റുന്ന ഒരു അതെ, സാധനമാണ്. അതെ, ഇതൊക്കെ മതി എന്നുള്ള ഒരു ഇത്. പക്ഷെ അപ്പൊ എന്റെ ചിന്താഗതിയിൽ ഒരു മാറ്റം വരും. ഓക്കെ, നമുക്കിത് പോരാ, നമുക്ക് ഇത്രത്തോളം ഹ്യൂജ് ഫണ്ട് വേണം, കാരണം അത്രയും ആളുകളെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണല്ലോ. അപ്പൊ എന്താവും, വീണ്ടും എനർജറ്റിക് ആവും, വീണ്ടും നമ്മൾ എക്സ്ട്രീം ലെവലിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇപ്പം റിയൽ എസ്റ്റേറ്റിലേക്ക് വരുന്ന ആളുകളോട് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആളുകളോട്, എസ്പെഷ്യലി ദുബായിലേക്ക് നിങ്ങൾ ആളുകളെ വെൽക്കം ചെയ്യാണ്. ഇപ്പൊ നാട്ടിൽ നിന്ന് ഇത് കാണുന്ന തീർച്ചയായിട്ടും. ആളുകളുണ്ടാവും, അല്ലെങ്കിൽ പിന്നെ GCC എന്നൊക്കെ കാണുന്നുണ്ടാവും. വൈ ദുബായ്? എന്താണ് നിങ്ങൾ ദുബായിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണ് നിങ്ങൾ വൈ നോട്ട് ദുബായ്? ദുബായ്? അതാണ് ചോദ്യം. ശരിക്ക് ഇന്ന് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സേഫ്റ്റിയെ കുറിച്ചിട്ട് ക്യാഷ് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ, അവരിഷ്ടപ്പെടുന്ന ഒരു ലൈഫ് സ്റ്റൈല്, സേഫ്റ്റി, സെക്യൂരിറ്റി. നമ്മുടെയൊക്കെ പല കസ്റ്റമേഴ്സും പറയുന്നതാണ്, ഇവിടെ വന്നിട്ട് ഏത് രാത്രിയും എവിടെ വേണമെങ്കിലും KFC-യിലോ ഏത് സ്ഥലത്ത് വേണമെങ്കിലും ഒറ്റയ്ക്ക് പോവാം. ഈവൻ ദോ ലേഡീസ്. എൻ്റെ ഒരു കസ്റ്റമർ ഇപ്പോഴും ഞാൻ ഓർമ്മയുണ്ട്, സൽമാനെ, എൻ്റെ മോൾ ഒറ്റയ്ക്ക് ഇന്നലെ രാത്രി 2 മണിക്ക് പോയിട്ടാണ് ഷെയ്ഖ് സൈദ് റോഡിലുള്ള ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ അടുത്തൊരു KFC ഉണ്ട്, അവിടെ പോയിട്ട് KFC വാങ്ങിയത്. എനിക്ക് ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവള് വന്നിട്ട് സംസാരിച്ചപ്പോൾ ഐ ആം വെരി ഹാപ്പി. ഇത്രയും സേഫ്റ്റിയാണ്, പല രാജ്യത്തും കിട്ടാത്ത കിട്ടില്ല. ഒരു സംഭവമാണ് സത്യം. അത് അനുഭവിച്ച ആൾക്കാർക്ക് അറിയാം. കാരണം നമ്മൾ തന്നെ വേറെ പല രാജ്യത്തും ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും വൈ എന്തുകൊണ്ട് ദുബായ് ഒന്നും വേണ്ട. നമ്മൾ കാലിക്കറ്റ് ബീച്ചിൽ ഞാനും എൻ്റെ വൈഫും കൂടെ നടക്കുമ്പോൾ തന്നെ, കല്യാണം കഴിഞ്ഞ ആ ടൈമിൽ കൂടെ നടക്കുമ്പോൾ തന്നെ പലരും ഒരു നോട്ടം കാണുമ്പോൾ സദാചാരവാദികളൊക്കെ നോക്കുന്ന പോലെ കോളേജ് കുട്ടികളൊക്കെ കറങ്ങാൻ വന്നുള്ള രീതിയിൽ സ്വന്തം ഭാര്യയെ കൊണ്ട് നടക്കുമ്പോൾ വരെ ഈ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മള് ഭാര്യമാരൊക്കെ ഇപ്പം മാളിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, അവർക്ക് നോക്കി തിരിച്ചു നോക്കുമ്പോഴത്തേക്ക് അവർക്ക് പേടിയാണ്. കറക്റ്റ്. അതൊരു ഇവിടെ ഗൾഫ് രാജ്യങ്ങൾ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ, ഞാന്, എന്റെ കുടുംബം, എന്റെ ബിസിനസ്, എന്റെ ജീവിതം, ആരും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ. തീർച്ചയായിട്ടും അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇപ്പം എനിക്കൊന്ന് ഒരുപാട് സെലിബ്രിറ്റികളാണെങ്കിലും ഇന്റർനാഷണൽ ആളുകളൊക്കെ ദുബായിൽ അവര് താമസിക്കുന്ന അവർക്ക് ദുബായിൽ ഉണ്ടാവും 100%. പിന്നെ എല്ലാവരും സെക്കൻഡ് ഹോം എന്ന് പറയുന്നത് ദുബായ് ആണ്. സെക്കൻഡ് ഹോം 1-2 വർഷം കഴിഞ്ഞാൽ ഫസ്റ്റ് ഹോം ആവും ദുബായ്. ഗോൾഡൻ വിസ പോലുള്ള കാര്യങ്ങൾ ദുബായ് ഗവൺമെന്റ് ചെയ്യുന്നത് റിയൽ എസ്റ്റേറ്റ് എങ്ങനെയാണത്? വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. ഇവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് ഗോൾഡൻ വിസക്ക്, നമുക്കൊരു പ്രോപ്പർട്ടി ആണെങ്കിൽ 2 million അബവ് വാല്യൂ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഗോൾഡൻ വിസ കിട്ടും. 10 വർഷത്തായിട്ടാണ്. ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ അത് വലിയൊരു പ്രിവിലേജ് ആണ്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ അകപ്പെട്ടു, നമ്മളെ പാസ്പോർട്ട് മിസ്സായി, വിത്തിൻ 30 മിനിറ്റിൻ്റെ ഉള്ളിൽ UAE നമുക്ക് എന്ത് ചെയ്യും, ട്രാവൽ ഡോക്യുമെന്റ് അറേഞ്ച് ചെയ്ത് തരും. പാസ്പോർട്ട് പോയാൽ പിന്നെ നമ്മൾ പുതിയ പാസ്പോർട്ട് എടുക്കാൻ ഒന്നും വെയിറ്റ് ചെയ്യണ്ട. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനുള്ള ഡോക്യുമെന്റ് UAE റെഡിയാക്കി തരും. അടുത്തത്, ഇനി നമ്മൾ ഏതെങ്കിലും ഒരു വാർ അല്ലെങ്കിൽ സിവിൽ പ്രശ്നങ്ങളുള്ള ഒരു രാജ്യത്ത് കുടുങ്ങിപ്പോയി, ഇവാക്യുവേഷൻ നടക്കുകയാണ്, ഫസ്റ്റ് ഗോൾഡൻ വിസ ഉള്ളവരെയാണ് UAE ഇവാക്യുവേറ്റ് ചെയ്യിപ്പിക്കുക. ഭയങ്കര പ്രിവിലേജ് ആണ് ഗോൾഡൻ വിസ കൊണ്ട്. ഈ ഒരു 10 വർഷം കിട്ടുന്നു എന്നല്ല, അതിനപ്പുറത്തേക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള രാജ്യങ്ങൾ ഇത് ഫോളോ ചെയ്ത് തുടങ്ങി. ഇപ്പൊ ഖത്തറൊക്കെ റീസെന്റ് ഗോൾഡൻ വിസ ആശയമായിട്ട് മുന്നോട്ട് വന്നായിട്ട് കാണുന്നുണ്ട്. ഇവരൊക്കെ ഒരു 40 വർഷം ഒക്കെ മുന്നോട്ടാണ് ചിന്തിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഒക്കെ ചിന്തിക്കുന്ന പോലെ ഒരു 5 വർഷത്തോട്ടല്ല. അതാണ് ഒരു ഡിഫറൻസ്, ഒരു ദീർഘവീക്ഷണം. അത് നമുക്ക് ഇപ്പം പലരും ദുബായിലൊക്കെ മുന്നേ വന്ന ആളുകൾ, ഇപ്പൊ നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ തന്നെ വന്ന ആളുകൾ അവര് കണ്ട മാറ്റങ്ങൾ, ഓരോ വർഷങ്ങളിലുണ്ടായ ആ പ്രോഗ്രസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ചോദിക്കേണ്ടത്, ഇപ്പൊ സൽമാൻ ഇപ്പം റിയൽ എസ്റ്റേറ്റ് കമ്പനിയൊക്കെ തുടങ്ങി ഇങ്ങനെ സെറ്റായി നിൽക്കുന്നുണ്ട്. ബട്ട് ഒബ്വിയസ്ലി ബിസിനസ് ആണ്, ഒരുപാട് പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും. സൽമാനും അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകുന്ന ഞാൻ വിചാരിക്കുന്നു.
കടന്നു ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ കോവിഡ് ടൈമിൽ ഇതിന്റെ മുമ്പ് ചെയ്തൊരു ബിസിനസ്, ട്രേഡിംഗ് ബിസിനസ്, എഗ്ഗിന്റെ എക്സ്പോർട്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഡിസ്ട്രിബ്യൂഷൻ. ആ ടൈമിൽ ഞാൻ കുറച്ച് ഫണ്ട് ഇറക്കി സപ്ലൈ കൊടുത്തു. ക്രെഡിറ്റ് ആയിരുന്നല്ലോ. ആ ദിവസങ്ങളിൽ ബിസിനസ് പൊട്ടിയിട്ട് ഒരു ദിവസം വെറും കുബൂസ്, ഒരു ദിറംസിന്റെ കുബൂസിന്റെ പാക്ക് കിട്ടും. അതും ഒരു വെള്ളം കുടിച്ചിട്ട് ജീവിച്ച ആളാണ്. 5 കുടുംബക്കാരോട്, കസിൻസിനോട്, ഫ്രണ്ട്സിനോടെല്ലാം കടം വാങ്ങി ലാസ്റ്റ് ഇനി ആരോടാ ചോദിക്കാന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. ആ ടൈമിൽ എന്ത് ചെയ്ത്, വിശപ്പ് മാറാൻ എന്തെങ്കിലും ഒരു രൂപയുടെ കുബൂസ് വാങ്ങും, അത് കഴിക്കും. അങ്ങനെ ജീവിച്ച ആളാണ് ഞാൻ. ബട്ട് ആസ് എ ബിസിനസ്മാൻ അല്ല, ആ ഒരു സമയത്തും ആ പ്രതീക്ഷകളൊക്കെ നഷ്ടം. ഇപ്പം ഇതിങ്ങനെ ചോദിക്കാൻ കാരണം നമ്മൾ ഈ ഇതിപ്പം ചില ആളുകൾക്ക് ഇതിപ്പം തോന്നും ഇത് എല്ലാവരും കുബൂസിന്റെ കഥയും ഇതൊക്കെ വളരെ നോർമൽ നോർമലായിട്ട് പറയും. പക്ഷെ ഞാനിത് വീണ്ടും ചോദിക്കാൻ ഒരു കാരണമുണ്ട്. കാരണം ഇപ്പൊ നമ്മള് സമൂഹത്തിൽ ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ അടങ്ങുന്ന ആളുകളൊക്കെ എല്ലാവരും തിരക്കിലാണ്. ഈ തിരക്കിനിടയിൽ ഓടുമ്പോൾ പലപ്പോഴും നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, ചെറിയ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാവരും തളർന്നു പോവാണ്. ആൻഡ് ഈ ഒരു കാലഘട്ടത്തിൽ സൂയിസൈഡ് റേറ്റ് കൂടുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന പ്രബുദ്ധർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭയങ്കര നോളജ് ഉണ്ടെന്നുള്ള പറയുന്ന, ഭയങ്കര വലിയൊരു കമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്ന മലയാളികളുടെ ഇടയിൽ നാട്ടിലും മറുനാട്ടിലൊക്കെ സംഭവിക്കുന്ന ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ ആകുന്നു, അറ്റാക്ക് ആകുന്നു, ഒരുപാട് രോഗങ്ങൾക്ക് അഡിക്റ്റ് ആണുള്ള പ്രധാന പ്രശ്നം നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും ലൈഫിൽ ഇതേപോലെ ഒരു സ്റ്റെക്ക് വരികയാണ്. അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾക്ക് ഇത് കേൾക്കുന്നുണ്ടോ? അവർക്കൊരു എന്തെങ്കിലും ഒരു മെസ്സേജ് കിട്ടണം. ഇന്ന് ഒരുപാട് പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യുന്നവര് ഒരുപാട് പേര് പറയുന്നതാണ് ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഓവർ തിങ്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഡിപ്രസ്ഡ് ആയിട്ട് ആവശ്യമില്ലാത്ത നമ്മളെ ശരീരത്തെ തന്നെ, നമ്മളെ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായും വലിയൊരു തെറ്റാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവർക്ക് അതല്ലാതെ വേറൊരു മാർഗ്ഗമില്ലാന്നാണ് തോന്നുന്നത്. ബട്ട് അൽഹംദുലില്ലാ, പഠിച്ചവൻ്റെ ഒരു ഇതുകൊണ്ട് നമുക്ക്, എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് പറഞ്ഞാൽ എന്തുതന്നെയാണെങ്കിലും ഐ വിൽ ഫേസ് ഇറ്റ്, വാട്ട് എവർ ഈസ് ഇറ്റ്. എന്തായാലും നമ്മൾ ജനിച്ചു പോയല്ലോ, മരിക്കൊരു ദിവസം. അത് ഇന്നോ നാളെ എപ്പോഴാന്നുള്ളത് നമുക്കറിയില്ല. അതുവരെ വാട്ട് എവർ ഈസ് ഇറ്റ്, ഫേസ് ഇറ്റ്. പിന്നെ പഠിച്ചവൻ തീരുമാനിച്ചിട്ടുണ്ട്, അത് എന്തൊക്കെയാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ. മഞ്ചത വജത, നമ്മൾ എത്രത്തോളം നല്ലപോലെ ചെയ്യാനുണ്ടോ അത് ചെയ്യാം. ആ ഒരു ധൈര്യത്തിൽ വീണ്ടും മുന്നോട്ട് പോകാൻ. തീർച്ചയായിട്ടും അവിടുന്ന് ട്രേഡിംഗ് പൊട്ടിയതിനു ശേഷം വീണ്ടും മുന്നോട്ട് പോയി. പിന്നെയാണോ ഈ റിയൽ എസ്റ്റേറ്റിലേക്ക് എസ്റ്റേറ്റ് വരുന്നത്? ഈവൻ റിയൽ എസ്റ്റേറ്റ് വന്നാൽ പോലും ആദ്യകാലത്ത് എളുപ്പമായി കൊള്ളുന്നില്ലല്ലോ, പ്രത്യേകിച്ച് 100% ഒരു കസ്റ്റമറെ. കാരണം നമ്മൾ ഇപ്പം പലരും പറയാറുണ്ട്, നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ നമ്മൾ തന്നെ ഒരു കസ്റ്റമർ കുറെ ചേസ് ചെയ്യുന്നു, കിട്ടാതാകുമ്പോ വീണ്ടും നമുക്ക് മനസ്സും അടുത്ത് ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ, അവിടെയൊക്കെ എങ്ങനെയാണെന്ന്? അതെന്ന് പറഞ്ഞാല് ഇപ്പോഴും ഈ 5 വർഷമായിട്ടും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങാത്ത ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ഇപ്പം സ്റ്റിൽ ലുക്കിംഗ്. അവർ നോക്കും, ഏതെങ്കിലും പ്രൊജക്റ്റ് കാണുമ്പോൾ ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ ചോദിക്കും, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഓക്കെ ഞാൻ പറയാട്ടോ എന്ന് പറയും. 5 വർഷമായിട്ട് ഇപ്പോഴും വാങ്ങാത്ത ഒരുപാട് പേരുണ്ട്. അതേസമയം പെട്ടെന്ന് ഓൺ ദ സ്പോട്ടിൽ വന്നിട്ട് വാങ്ങുന്നവരുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം സ്മൂത്ത് ആയിട്ട് നടക്കണം എന്നില്ല. ഇന്ന് ചിലപ്പോൾ എപ്പോഴും എല്ലാം സ്മൂത്ത് ഇല്ല. നമ്മളെ അതിൽ വിശ്വസിക്കുക, കോൺഫിഡൻസ്, നമ്മളെന്താണോ ചെയ്യാൻ പറ്റും അതിൽ വിശ്വസിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പോകുന്നതിന്റെ ബെസ്റ്റ് 100% എഫേർട്ട് ഇട്ടിട്ട് ബെസ്റ്റ് ചെയ്തു. ഈ പറഞ്ഞ കോൺഫിഡൻസ് വേണം. പക്ഷെങ്കിൽ ഈ കോൺഫിഡൻസ് ഒക്കെ വേണമെന്ന് പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷെ പലർക്കും ആ കോൺഫിഡൻസ് അങ്ങോട്ട് ഡൗൺ ആവുകയാണ്. അതിനെന്താ പറയുക, പരാജയപ്പെടണം, ഫെയിലാണ്, അടി കിട്ടണം, അടി കിട്ടി പിന്നെ കുഴപ്പമില്ല, ഇതൊക്കെ നമ്മൾ കണ്ടതാണെന്നുള്ള ആ ഒരു ചിന്താഗതിയാവും. എന്തിന്റെ സംഭവിച്ചാൽ കല്ലി വല്ലി എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വരണം. അത് വന്നാ പിന്നെന്താ, പിന്നെ എല്ലാത്തിലും തലവെക്കാൻ തുടങ്ങും. സോ ഓക്കെ, അപ്പം ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നും ഈ പ്രതിസന്ധികളിൽ നിന്നും ഈ വീഴ്ചകളിൽ നിന്നുമാണ് നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നത്. എസ്പെഷ്യലി ഇപ്പം ഞാൻ പറയാനുള്ള ഇവിടെ ഈ ദുബായ് ഒരു മാർക്കറ്റിൽ റിയൽ എസ്റ്റേറ്റ് എല്ലാവരും പറയും, പുറമേ നിന്ന് കാണുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും. ഈസി. നമുക്ക് ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജന്റുമാർ, റിയൽ എസ്റ്റേറ്റ് കമ്പനികൾ അറിയുന്നത് കൊണ്ട് കുറച്ചുകൂടി പറയാൻ പറ്റും. അപ്പം ഈ GCC മാർക്കറ്റിൽ ഇപ്പോൾ ഒരു പുതിയ ഒരുപാട് ട്രെൻഡ് എന്താണ്? GCC മാർക്കറ്റ് റിയൽ എസ്റ്റേറ്റ് ട്രെൻഡ് ഇപ്പം ഇതുപോലെ തന്നെ സൗദിയിൽ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിയുള്ള മാർക്കറ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു പുതിയൊരു? ശരിക്കും GCC എന്ന് പറയുമ്പോൾ GCC ആണ് ഇനി അടുത്ത യൂറോപ്പ് എന്ന് പറയാം. പണ്ടെല്ലാവരും യൂറോപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി. പക്ഷെ ഇനി GCC ആണ് ഒരു യൂറോപ്യൻ സ്റ്റൈലല്ല, ഇതാണ് GCC ആണ് ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത്. അതിൽ എസ്പെഷ്യലി UAE, ബാക്കിയുള്ള GCC കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ UAE ആണ് ഒരു 20 years ahead. 20 വർഷം മുന്നിലാണ് ഇവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈവൻ സൗദിയിൽ നല്ല നല്ല പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. ബട്ട് അവരിപ്പോൾ ഒരു 20 years ബാക്കിലാണ് ദുബായ് വെച്ചിട്ട് UAE വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ UAE എന്ന് പറയുന്ന സ്ഥലം, ഇവരുടെ ലീഡർഷിപ്പ്,
നമ്മൾ ആ ലീഡർഷിപ്പിന്റെ കൂടെ അവിടെ നിന്നെടുത്താൽ മതി. നമ്മൾ കാര്യമാണ്. സൽമാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതുപോലെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു. ഒരു 40 വർഷങ്ങൾക്കപ്പുറം എന്ത് സംഭവിക്കുന്നുള്ളത് ഇന്ന് കാണുന്നു. ആ ഒരു പിന്നെ നേതൃത്വത്തിന്റെ ഒരു ഒരു ഇമ്പാക്റ്റ്, അവരുണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് ആണ് ഇന്ന് റിയൽ എസ്റ്റേറ്റ് പോലുള്ള മേഖലകളിൽ ദുബായിലൊക്കെ കാണുന്നത്. സോ ഇവിടെ ഈ ഒരു ഡിസ്കഷനിൽ ഒരുപാട് ടേക്ക് അവേസ് ഉണ്ട്. ഒരു ഇൻവെസ്റ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദുബായിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കും, അതുപോലെ തന്നെ ചെറിയ പ്രായത്തിൽ സ്വന്തമായിട്ട് സംരംഭം തുടങ്ങുന്ന ആളുകൾക്കുള്ള നല്ലൊരു പോഡ്കാസ്റ്റ് ആയിരുന്നു എന്ന് വളരെ നമ്മൾ അത് എൻജോയ് ചെയ്യാൻ പറ്റി. താങ്ക് യു ബ്രദർ.